السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. الصلاة والسلام على رسوله الأمين. درس القرآن പ്രതിവാര ക്ലാസ് 236 ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 61 അധ്യായം 1 മുതൽ 13 വരെയുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ 4 ആഴ്ചകളിലായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പ്രസ്തുത അധ്യായത്തിൽ ആകെ 14 വചനങ്ങളാണുള്ളത്. അതിൽ 14 ആയത്താണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പല പ്രധാന കാര്യങ്ങളെക്കുറിച്ചും ഈ വചനങ്ങളിൽ അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന് അവസാനമായി സത്യവിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് അവരോട് പറയുന്ന കാര്യം അതല്പം ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതത്തിന്റെ മൗലികമായ ഒരു നിലപാടായി വിശ്വാസികൾ സ്വീകരിക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ 14 ആയത്തിലൂടെ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ഈ സൂറത്തു സഫിലെ 14 അവസാനത്തെയും ആയത്താണ് നമ്മൾ വായിച്ചു കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ എന്ന് അല്ലാഹു പ്രത്യേകമായി നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. എന്നിട്ട് ഈ അധ്യായം അവസാനിപ്പിക്കുമ്പം അല്ലാഹു നമ്മളോട് പറയുന്ന കാര്യം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഇത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹു പറയാ, കൂനു അൻസാർ അല്ലാഹ്, കൂനു അൻസാർ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവുക. എന്താണ് അല്ലാഹുവിന്റെ സഹായികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിനെ നമ്മൾ സഹായിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു പ്രയോഗം ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ അല്ലാഹു നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് കടം കൊടുക്കുന്ന, നല്ലതായ കടം കൊടുക്കുന്നവരാരുണ്ട്? അള്ളാഹുവിന്റെ സഹായികളായി അല്ലെങ്കിൽ അവനെ സഹായിക്കാൻ നിങ്ങളിൽ ആരാണ് തയ്യാറുള്ളത്? ഇങ്ങനെ പല നിലക്കുള്ള ചോദ്യങ്ങളും
അഭിസംബോധനകളും സത്യവിശ്വാസികളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സഹായികൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുള്ളത് അള്ളാഹുവിന് നൽകണം എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ആ മാർഗത്തിൽ പ്രവാചകന്മാരെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഖുർആൻ വിഭാവന ചെയ്യുന്ന അൻസാറുള്ള, അള്ളാഹുവിനെ സഹായിക്കുന്നവർ. നമുക്കറിയാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം കുടുംബങ്ങളെയും വീടും നാടും വിട്ടുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഹിജ്റ പോയ ആളുകളെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവർ, ആ ഹിജ്റ പോയവരെ മുഹാജിറുകൾ എന്നും അവരെ സഹായിച്ചവരെ, ആ സഹായം അള്ളാഹുവിന്റെ മാർഗത്തിൽ മദീനയിലെ ആളുകൾ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾക്ക് നൽകിയ ആ സഹായത്തിന് ഖുർആൻ ഒരുപാട് പ്രകീർത്തിച്ചതായി കാണാൻ കഴിയും. മാത്രമല്ല, ആ സഹായിച്ച മദീന നിവാസികളെ പടച്ചവൻ തന്നെ വിശേഷിപ്പിച്ചത് അൻസാരികൾ എന്നാണ്, സഹായികൾ എന്നാണ്. അവർ യഥാർത്ഥത്തിൽ മുഹാജിറുകളെയാണ് സഹായിച്ചതെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയവരെ സഹായിക്കുക എന്നത് അള്ളാഹുവിനെ സഹായിക്കുന്നതിന് സമാനമാണ്. അങ്ങനെയുള്ള പ്രയോഗമാണ് ഖുർആൻ ഇവിടെയും നടത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കുകയും അതേപോലെ തന്നെ അത് പ്രബോധനം നടത്തുകയും ചെയ്യുക, ആ മാർഗത്തിൽ പ്രവാചകന്മാരെ സഹായിക്കുക, സ്വയം നമ്മളത് നിർവഹിക്കുക എന്നതെല്ലാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ അൻസാറുള്ള എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ സഹായികൾ. അപ്പൊ നിങ്ങൾ അൻസാറുള്ള, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായി തീരുവിൻ എന്ന് അള്ളാഹു നമ്മളോട് പറയുകയാണ്. എന്നിട്ട് കമാ ഖാല ഈസ ബിനു മറിയമ ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹു നമ്മളോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നവരായി തീരുവിൻ അല്ലെങ്കിൽ സഹായിക്കുവിൻ. പിന്നീട് പറയുന്നത് കമാ ഖാല ഈസ ബിനു മറിയമ, മറിയമിന്റെ മകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ലിൽ ഹവാരിയീന, ഹവാരികളോട് പറഞ്ഞതുപോലെ. അദ്ദേഹം എന്താണ് ഹവാരികളോട് പറഞ്ഞത്? ആരാണ് ഹവാരികൾ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവാരികളോട് പറഞ്ഞു, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ഈസാ നബി ഹവാരികളോട് ചോദിച്ചു. അപ്പൊ ഹവാരികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുകയും ആ ദൗത്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുകയും തയ്യാറായി മുന്നോട്ട് വന്ന ആളുകളെയാണ് ഹവാരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഷാപരമായി പല അർത്ഥങ്ങളും ഹവാരികൾ എന്ന വാക്കിനുണ്ട്. ഹവാരികൾ എന്ന വാക്കിന് സഹായികൾ എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സാബ് യുദ്ധ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അഥവാ ഖന്തഖ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ആഹ്വാനം ചെയ്തപ്പോൾ ആ ആഹ്വാനത്തിന് ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഞാൻ അതിന് തയ്യാറാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിന് മുന്നോട്ട് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഹവാരിയാണ് സുബൈർ എന്ന് പറയുകയുണ്ടായി. സുബൈർ ഹവാരി, സുബൈർ എന്റെ ഹവാരിയാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടാൻ, അഹ്സാബ് യുദ്ധത്തിന് പുറപ്പെടാൻ ജനങ്ങളെ ക്ഷണിച്ചപ്പോ ആദ്യമായി അതിന് തയ്യാറായി മുന്നോട്ട് വന്ന സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി. അപ്പൊ ആ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവാചകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക എന്നത്, പ്രവാചകന്റെ കൂടെ പങ്കെടുക്കുക എന്നത് അള്ളാഹുവിനെ സഹായിക്കുകയാണല്ലോ. കാരണം അള്ളാഹുവിന്റെ ദീന് പ്രചരണത്തിന് വേണ്ടി
അതിൻ്റെ പ്രബോധനത്തിനു വേണ്ടിയാണല്ലോ. അതുകൊണ്ട് നബി തിരുമേനി അപ്പോൾ സുബൈർ എൻ്റെ ഹവാരിയാണ് എന്ന് പറയുകയുണ്ടായി. പറഞ്ഞു വന്നത് ഹവാരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ ഭാഷാർത്ഥം, അല്ലെങ്കിൽ അതുകൊണ്ട് സഹായികൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വേറെയും അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു നമ്മളെ ക്ഷണിക്കുകയാണ്, കൂനു അൻസാറുല്ലാ, കൂനു അൻസാറുല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായി തീരുവിൻ. ഏതുപോലെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഹവാരികളോട് ഇങ്ങനെ പറഞ്ഞു, മൻ അൻസാരി ഇലല്ലാ, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ തയ്യാറുള്ളത് എന്ന്. അങ്ങനെ ആ സന്ദർഭത്തിൽ ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാ, ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ പ്രബോധനത്തിലും അതിന്റെ പ്രചരണത്തിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹവാരികൾ പറയുകയുണ്ടായി. ഈ ചരിത്രം നമ്മൾ വിശദീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലികളിലേക്ക് തന്നെ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നത് ഏറ്റവും അധികം പ്രവാചകന്മാർ വന്നിട്ടുള്ള ഒരു സമുദായമാണ് ഇസ്രായേലികൾ. ആ ഇസ്രായേലികളിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. വേറെയും ഒരുപാട് ബൈബിളും അതേപോലെ തന്നെ പല ഗ്രന്ഥങ്ങളും പരാമർശിക്കുന്ന പ്രവാചകന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്രായേലുകളിലേക്ക് വന്ന പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനം അവർ സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ധിക്കരിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രബോധനം സ്വീകരിക്കാതെ നിഷേധത്തിൽ ശഠിച്ചു നിൽക്കുകയും ചെയ്ത ഇസ്രായേലികളുടെ അവസ്ഥ കണ്ട് വളരെ വേദനയോടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കാൻ നിങ്ങളിൽ ആരുണ്ട് എന്ന ഒരു ചോദ്യം നടത്തിയതായി ഈ ആയത്തിലും അതുപോലെ തന്നെ സൂറത്ത് ആലി ഇമ്രാനിലും വ്യക്തമാക്കുന്നുണ്ട്. സൂറത്ത് ആലി ഇമ്രാനിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഫലമ്മ അഹസ്സ ഈസാ മിൻഹുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ആമന്നാ ബില്ലാഹി വശ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. ഖുർആൻ പറയാ, ഫലമ്മ അഹസ്സ ഈസാ മിൻഹുൽ കുഫ്ര, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യമായപ്പോൾ, അനുഭവപ്പെട്ടപ്പോൾ, ഇവരൊരിക്കലും ഇനി വിശ്വസിക്കുകയില്ല എന്നൊരവസ്ഥ ആ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിലേക്ക് എന്റെ സഹായികളായി നിങ്ങളിൽ ആരാണുള്ളത് എന്ന അവസാനത്തെ ഒരു ചോദ്യം അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനം ഒട്ടും സ്വീകരിക്കാതെ നിഷേധികളായി സത്യനിഷേധത്തിൽ ശഠിച്ചു നിന്നപ്പോഴാണ് അദ്ദേഹം അവരോട് ഈ ചോദ്യം ചോദിച്ചത്, നിങ്ങളിൽ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാനുള്ളത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ചോദ്യത്തിന് കുറച്ചാളുകൾ മുന്നോട്ട് വന്നുകൊണ്ട് മറുപടി നൽകി. അതാണ് ഖുർആൻ പറയുന്നത്, ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഹവാരികൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങയെ സഹായിക്കാം, അല്ലെങ്കിൽ ഈ പ്രബോധന മാർഗത്തിൽ ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ താങ്കളോടൊപ്പം മുന്നോട്ട് വരാൻ തയ്യാറാണ് എന്ന് അവർ കുറച്ചാളുകൾ അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. എന്നാലും കുറെ ആളുകൾ സത്യനിഷേധത്തിൽ തന്നെ ഉറച്ചു നിന്നു. അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കുകയും അത് പ്രബോധനം നടത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്ന് അവർ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വന്നു. അങ്ങനെ
ആ കുറച്ച് ആളുകളെ, അതിന് തയ്യാറായ ആളുകളെ, സഹായികളാവാൻ തയ്യാറായ ആളുകളെ, അവരെയാണ് യഥാർത്ഥത്തിൽ ഹവാരികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവരെയാണ് വേദപുസ്തകത്തിൽ, ബൈബിളിലൊക്കെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാർ 12 പേരായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ഹവാരികൾ എന്ന വിഭാഗം യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിച്ചവരും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നിരുപാധികം കീഴടങ്ങിയവരും, അഥവാ മുഅ്മിനുകളും മുസ്ലിങ്ങളും ആണെന്നും മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ പ്രഖ്യാപനം നടത്തുകയും റസൂലിനെ ആ മാർഗത്തിൽ പിൻപറ്റി സഹായിക്കുകയും ചെയ്യാൻ തയ്യാറാണെന്നും മാത്രമല്ല, അതിന് സത്യസാക്ഷികളായവരിൽ തങ്ങളെ ഉൾപ്പെടുന്നതായി, ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരിൽ തങ്ങൾ ഉൾപ്പെടുന്നതായി അവർ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു എന്നാണ് സൂറത്ത് ആൽ ഇമ്രാനിൽ അള്ളാഹു പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ വളരെ പ്രയാസപ്പെട്ടൊരവസ്ഥയിൽ നിഷേധത്തിൽ ഇസ്രായേലികൾ ഉറച്ചു നിന്നപ്പം അദ്ദേഹം അവസാനമായി അവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, മൻ അൻസാരി ഇലല്ലാഹ്, ആരാണ് നിങ്ങളിൽ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുള്ളത് എന്ന്. അപ്പൊ ഈ ആയത്ത് ആരംഭിക്കുമ്പോൾ അള്ളാഹു സത്യവിശ്വാസികളായ നമ്മളെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായി തീരുവിൻ. ഏതുപോലെ ഈസാ നബിയുടെ ആളുകൾ, ഹവാരികൾ അള്ളാഹുവിന്റെ സഹായികളായി സ്വയം സമർപ്പിക്കാൻ മുന്നോട്ട് വന്ന് ആ പ്രഖ്യാപനം നടത്തിയല്ലോ. എപ്പോൾ? കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം അവരോട് നിങ്ങൾ ആരാണ് അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോ, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഹവാരികൾ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരെ പോലെ നിങ്ങളാവണം, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകണം എന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ആ ഇസ്രായേലികളിൽപ്പെട്ട വിഭാഗം തന്നെയാണ് ഹവാരികൾ, അഥവാ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്ത വിഭാഗം. എന്നാൽ ഖുർആൻ ഇവിടെ ഫആമനത് ത്വായിഫത്തും ബനീ ഇസ്രായീല, ഇസ്രായേലികളിൽപ്പെട്ട ഒരു വിഭാഗം അദ്ദേഹത്തിൽ വിശ്വസിച്ചു. പിന്നെന്താ പറഞ്ഞത്? വകഫറത് ത്വായിഫത്തും, അതേ ഒരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ സത്യനിഷേധത്തിൽ തന്നെ ക്ഷണിച്ചു നിൽക്കുകയും ചെയ്തു. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൽ അവിശ്വസിച്ച ഇസ്രായേലികളിൽപ്പെട്ട ഒരു വിഭാഗം അവർ അവിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പല അപവാദങ്ങളും കുപ്രചരണങ്ങളും നടത്തി. വ്യഭിചാരപുത്രനെന്നും ചെപ്പടി വിദ്യക്കാരനെന്നും കള്ളവാദിയെന്നും രാജ്യദ്രോഹിയെന്നും മതദ്രോഹിയെന്നും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും കലഹങ്ങളും ഉണ്ടാക്കുന്നവൻ, അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ അവർ ആരോപിക്കാത്ത ആരോപണങ്ങളില്ല. അത്രയും വലിയ കുപ്രചരണങ്ങളാണ് അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ നടത്തിയത്. അതവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മാതാവായ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി വ്യഭിചാരിണി എന്നും മറ്റും പറഞ്ഞു പരത്തുകയുണ്ടായി. ആ പ്രവാചകന്റെ തത്വോപദേശങ്ങളിൽ മറ്റു ജനങ്ങൾ ആകൃഷ്ടരാകുന്നത് കണ്ടപ്പോ തങ്ങളുടെ പൗരോഹിത്യ താൽപര്യങ്ങൾ, അതേപോലെ തന്നെ പാരമ്പര്യ ആചാരങ്ങൾക്കും അതുമൂലം വലിയ
ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ആയിരുന്നു അവരിത്രയും കുപ്രചരണങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ അവർ സത്യനിഷേധത്തിൽ ഉറച്ചു, ശഠിച്ചു, വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പല നിലക്ക് ദുരാരോപണങ്ങൾ നടത്തി സമൂഹ മധ്യത്തിൽ അദ്ദേഹത്തെ ഇകഴ്ത്തുവാനും അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാനും ശ്രമിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലികൾ എന്ന് പറയുന്നത്. അഥവാ ഇസ്രായേലികളിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾ ഹവാരികളായി, പിന്നെ യഹൂദികളായി അല്ലെങ്കിൽ ഇസ്രായേലികളായി അവശേഷിക്കുന്ന മറ്റാളുകളുണ്ടല്ലോ, അവരദ്ദേഹത്തിന്റെ പേരിൽ പല കുപ്രചരണങ്ങളും നടത്തി. ബൈബിളിൽ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചതിയിൽ വധിക്കുവാൻ ശ്രമിച്ചതിന്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ജൂദാസ് ഇസ്കന്ദരിയോസ് എന്ന് പറയുന്ന ജൂതൻ യഹൂദി, ആ യഹൂദിയാണ് 30 ചില്ലിക്കാശിനു വേണ്ടി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒറ്റുകൊടുത്തത് എന്ന് ക്രൈസ്തവർ തന്നെ വിശ്വസിക്കുന്നു. പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ഇസ്രായേലികളിലേക്ക് വന്ന പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ഇസ്രായേലികൾപ്പെട്ട യഹൂദികളായ ആളുകൾ അഥവാ അദ്ദേഹത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ദുരാരോപണങ്ങളും കുപ്രചരണങ്ങളും നടത്തിയെന്നു മാത്രമല്ല, അദ്ദേഹം വ്യഭിചാരപുത്രനാണ് എന്നും അദ്ദേഹത്തിന്റെ മാതാവ് വ്യഭിചാരിണിയാണ് എന്നുമൊക്കെ യഹൂദികൾ പ്രചരിപ്പിക്കുകയുണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു സമുദായത്തിലേക്ക് വന്ന ഒരു പ്രവാചകനെ ആ സമുദായം ഇകഴ്ത്തുന്ന രീതിയെക്കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള കർശനമായ നിലപാടെടുത്ത ഇസ്രായേലികൾക്കിടയിൽ നിന്ന് അള്ളാഹുവിനെ സഹായിക്കുവാൻ മുന്നോട്ട് വന്ന ആളുകളായ ഹവാരികൾ, അതുകൊണ്ടാണ് ഖുർആൻ അവരെക്കുറിച്ച് ഇവിടെ നമ്മളോട് നിങ്ങൾ അവരെ പോലെ ആകണം, അത്രയും ത്യാഗമനസ്കതയോടുകൂടിയാണ് ഹവാരികൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത്. അപ്പൊ അള്ളാഹു എന്തു ചെയ്തു? ഈ ആയത്തിന്റെ അവസാനം പറയാണ്, ഫഅയ്യദിനല്ലദീന ആമനൂ അലാ അദുവ്വിഹിം ഫഅസ്ബഹൂ ളാഹിരീൻ. ഫഅയ്യദിനല്ലദീന ആമനൂ, അപ്പോൾ നാം വിശ്വസിച്ചവർക്ക് അവർക്ക് നാം പിൻബലം നൽകി. അലാ അദുവ്വിഹിം, അവരുടെ ശത്രുക്കൾക്കെതിരെ. ഫഅസ്ബഹൂ ളാഹിരീൻ, അങ്ങനെ അവർ വിജയികളായി തീരുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം ഇസ്രായേലികളിൽ ഒരു വിഭാഗം ആളുകൾ അത് സ്വീകരിച്ചു എങ്കിലും ഒരു വിഭാഗം ആളുകൾ അഥവാ യഹൂദികൾ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. വിശ്വസിച്ചവർക്ക് അള്ളാഹുവിന്റെ സഹായവും അനുഗ്രഹവും ലഭിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈസാ നബിയെ ആ പ്രബോധന മാർഗത്തിൽ സഹായിച്ച് അള്ളാഹുവിന്റെ സഹായികളായി തീരാൻ ആ ഹവാരികൾക്ക് സാധിക്കുകയും ചെയ്തു. അവർക്ക് അള്ളാഹു അതിന് ആത്മബലം നൽകി. ഫഅയ്യദിനല്ലദീന ആമനു, ആ വിശ്വാസികൾക്ക് അള്ളാഹു പിൻബലം നൽകി, ആത്മബലം നൽകി എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്രകാരം അപ്പൊ ഈ ആയത്തിന്റെ ചുരുക്കം ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ സംഭവം അള്ളാഹു വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ഇവരെ പോലെ ആയിത്തീരുവിൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളും അവിശ്വാസത്തിനെതിരിൽ അള്ളാഹുവിന്റെ മതത്തെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുകയാണ്. ശത്രുക്കൾക്കെതിരിൽ നിങ്ങളുടെ കാലടികളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും നിങ്ങൾക്ക് ആ ശത്രുക്കൾക്കെതിരിൽ അവൻ വിജയം നൽകുകയും ചെയ്യും എന്നത് അള്ളാഹുവിന്റെ എല്ലാവരോടുമുള്ള എക്കാലത്തുമുള്ള ഒരു വാഗ്ദാനമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലും അതുപോലെ തന്നെ സൂറത്ത് മുഹമ്മദിലുമൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത്തു അഖ്ദാമക്കും,
നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അപ്പൊ അള്ളാഹു ഇവിടെ അള്ളാഹുവിനെ സഹായിച്ചാൽ എന്ന് പറയുന്നത് അവന്റെ മതത്തെ അത് പ്രചരണത്തിനും ആ പ്രചരണ മാർഗത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കുന്നതിനും വേണ്ടി നിങ്ങൾ സഹായം നൽകിയാൽ അള്ളാഹു നിങ്ങളെ തിരിച്ചു സഹായിക്കും എന്ന ഒരു വാഗ്ദാനം അള്ളാഹു നൽകുന്നു. സൂറത്തു ഹജ്ജിലും അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ്, വലയൻസുറന്നല്ലാഹ മയൻസുറു, അള്ളാഹു അവനെ സഹായിക്കുന്നവനെ സഹായിക്കുക തന്നെ ചെയ്യും. ലാമ് തഅക്കീദിന്റെ ലാമ് എന്നാ പറയാ, ഉറപ്പിച്ചു പറയാൻ ഉപയോഗിക്കുന്ന ലാമ്. അതുപയോഗിച്ച് അക്ഷരം ഉപയോഗിച്ച് പടച്ചോൻ പറയാണ്, വലയൻസുറന്നല്ലാഹ, അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും, മയ്യൻസുറുഹു, അവനെ സഹായിക്കുന്നവനെ. അപ്പൊ അതുകൊണ്ട് ഈ ആയത്തിന്റെ തുടക്കത്തിലും അങ്ങനെ തന്നെയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകൾ അദ്ദേഹം അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. അപ്പൊ അവര് ആയതുപോലെ അവർ ഈസാ നബിയെ സഹായിച്ചതുപോലെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ദീന് പ്രബോധനം ചെയ്യാൻ, അവന്റെ മതം പ്രചരിപ്പിക്കുവാൻ നിങ്ങളാൽ കഴിയുന്ന എല്ലാത്തര സഹായങ്ങളും നിങ്ങൾ നിർവഹിക്കണം എന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരുപാട് കൽപ്പനകളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് സൂറത്ത് അസ്സഫ് എന്നത്. ഇനി ഇതിന്റെ മുകളിലുള്ള സൂറത്ത് അൽ മുംതഹിന, അത് 60-ാമത്തെ അധ്യായം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ആ ക്ലാസ് അല്ലെങ്കിൽ ആ അധ്യായം നമുക്ക് ആരംഭിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.